നമ്മൾ ആദ്യം പോകുന്നത് ആലിന്റെ വാർത്തയിലേക്കാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് അനശ്വരതയുടെ കുഞ്ഞുമാലാഖയായ ആലിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആലിനിൽ നിന്ന് സ്വീകരിച്ച അവയവങ്ങൾ മറ്റ് 2 കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും മുഖ്യമന്ത്രി ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ആലിന്റെ മാതാപിതാക്കളെടുത്ത തീരുമാനം മഹത്തരമാണ്. 5 പേർക്ക് പുതുജീവിതം ഇതിലൂടെ ലഭിക്കും. ആലിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതിയോടെ നടക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എന്ന ആരോഗ്യമന്ത്രിയുടെ കുറിപ്പും പുറത്തുവന്നു. കുഞ്ഞിന്റെ സംസ്കാരം നാളെ മല്ലപ്പള്ളിയിലായിരിക്കും നടക്കുക. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അർഹിക്കുന്ന ആദരം തന്നെ ആ കുരുന്നിന് നൽകാനാണ് സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നൽകാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതൊരു സന്ദേശം എന്ന നിലയിലാണോ സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത്? 10 മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കുരുന്ന, അവളുടെ വിയോഗത്തിന് ശേഷമാണ് അവൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയുന്ന നിലയിലേക്ക് എത്തിയത്. അത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലാണെങ്കിൽ പോലും 5 അവയവങ്ങൾ ദാനം ചെയ്യാൻ കുരുന്നിന്റെ കുടുംബം തയ്യാറായി. അതിനുള്ള ആദരസൂചകമായാണ് സംസ്ഥാനം ഇത്തരത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ യാത്ര അയക്കാൻ തീരുമാനിക്കുന്നത്. ആരിനെ നമ്മുടെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. ഈ സംഭവം കുട്ടിയുടെ കുടുംബം അവയവദാനത്തിന് തയ്യാറാകും എന്നറിഞ്ഞപ്പോൾ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ സംവിധാനങ്ങൾ ആരംഭിച്ചിരുന്നു. ഹെലികോപ്റ്റർ മുഖേന അവയവങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ രാത്രിയിൽ ഹെലികോപ്റ്റർ സിവിൽ ഏവിയേഷൻ വകുപ്പ് വിഭാഗം അനുമതി നൽകാൻ, ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം അനുവാദമില്ലാത്തത് കൊണ്ടാണ് റോഡ് മാർഗം കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ അത് എത്തിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ആഭ്യന്തര വകുപ്പ്, പോലീസ് മുൻകൈയെടുത്ത് തയ്യാറാക്കി. അതിനുള്ള കൃത്യമായ റൂട്ട് പ്ലാൻ തയ്യാറാക്കി. നാട്ടുകാരുടെ, ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഒരിടത്തും ഈ ആംബുലൻസ് നിർത്തിയിടാതെ, ഒരിടത്തും ഒരു നിമിഷം പോലും ഗതാഗത തിരക്കിന്റെ പേരിൽ വൈകാതെ, നമുക്കറിയാം ഈ ആംബുലൻസ് കടന്നു വന്ന സമയം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റോഡെത്തോളം ഗതാഗത കുരുക്കുണ്ടാകേണ്ടതാണ്. പക്ഷേ ഒരിടത്ത് പോലും ഒരു തരത്തിലുള്ള ഗതാഗത തടസ്സവും ഉണ്ടാകാതെ സർക്കാർ സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ പൊതുജനങ്ങളും വലിയ രീതിയിൽ സഹകരിച്ചു. അങ്ങനെ കൃത്യസമയത്ത് അവയവങ്ങൾ തിരുവനന്തപുരത്തെ 3 ആശുപത്രികളിലായി എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ കരൾ മാറ്റം ശസ്ത്രക്രിയ നടത്തിയ കുട്ടി ഇപ്പോൾ ആ ശസ്ത്രക്രിയ വിജയകരമെന്ന് ആശുപത്രിയിൽ അറിയിക്കുന്നു. അവിടെ മറ്റു ചികിത്സകളും വിജയകരമാണ്. അങ്ങനെ ഈ കുരുന്ന് ജീവൻ കഴിയുമ്പോഴും അവളിലൂടെ ഇനിയും കൂടുതൽ പേർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഈ കുട്ടി നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബം നൽകുന്ന സന്ദേശം. തീരാ ദുഃഖത്തിലും ഏറ്റവും കഠിനമായ വേദനയിലും ആ കുടുംബം എടുത്ത തീരുമാനം തങ്ങളുടെ മകളുടെ അവയവങ്ങൾ അത് ആർക്കൊക്കെ ഉപയോഗപ്പെടുമോ അതെല്ലാം ചെയ്യട്ടെ എന്ന തീരുമാനമായിരുന്നു. അതിനുള്ള ഒരു ആദരവ് കൂടിയാണ് അതിന്റെ സംസ്കാരം സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതി കൊണ്ട് നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെയാണ് സംസ്കാരം. തീർച്ചയായും ഏറ്റവും വലിയ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഈ അവയവദാനത്തിനുള്ള തീരുമാനം എടുത്തത്. അത് ഏറ്റവും മഹത്തരമാണ് എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പോസ്റ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട് ആ കുഞ്ഞിന് യാത്ര അയപ്പ് നൽകുക, ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട് തന്നെ ആ കുഞ്ഞിന് യാത്ര അയപ്പ് നൽകുക എന്നതാണ് ആ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു സന്ദേശം എന്ന നിലയിൽ കൂടിയാണ് മറ്റുള്ളവരിലേക്ക് എത്തുക. അങ്ങനെ ആലിൻ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ യാത്രയയപ്പ് നൽകും. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.